ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൻ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. ഇത് നാടൻ രീതിയിൽ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാല 1 ടീസ്പൂൺ ഉലുവ കൂടി എടുത്തു വച്ചിട്ടുണ്ട്. 250 ഗ്രാം ചുവന്നുള്ളി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് കറിവേപ്പില, 1 കിലോ ബീഫാണിത്. എല്ലാം കുറച്ച് നെയ്യൊക്കെ കൂടി കലർന്നിട്ടുള്ളതാണിത്. ഇനി ഇത് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 250 ഗ്രാം ചുവന്നുള്ളി ചെറുതായി എരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഇനി 1 ഉണ്ട വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 1 ഇഞ്ചി കഷ്ണം ചതച്ച് ചേർത്തിട്ടുണ്ട്. 3 പച്ചമുളകാണ് നടുവേ കീറിയത്, കുറച്ച് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല 1/4 ടീസ്പൂൺ. ഇനി വലിയ ജീരകം ചതച്ചത് കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം പാകത്തിന് കല്ലുപ്പ് ചേർത്ത് കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. നെയ്യുള്ള ബീഫായതുകൊണ്ട് അധികം വെളിച്ചെണ്ണ ചേർക്കില്ല, 2 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തേ. ഇനി നമുക്ക് ഇത് വെയിറ്റിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ടതില്ല, നമുക്ക് ബീഫിലേക്ക് വെള്ളം ഇറങ്ങി വരും. മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാൻ. 7 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ മുഴുവൻ പോയതിനു ശേഷം നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ബീഫൊക്കെ സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട്. വേവ് പറഞ്ഞാൽ ഓരോ കുക്കറിനും ബീഫിനും അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നാടൻ രീതിയിലുള്ള ബീഫ് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റായി അറിയിക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും.